ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഓഗസ്റ്റ് 4 ട്യൂസ്ഡേ ആണ്. ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 11:30 AM വരെയുള്ള മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെൽ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. അപ്പോൾ നമുക്കൊരു ജൂലൈ മൊത്തം ഏകദേശം ഈ ഒരു തരത്തിലുള്ള മാർക്കറ്റാണ്. വളരെയധികം കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ് ഗോൾഡിന് ഈ ജൂലൈ, അതുപോലെ തന്നെ ഇപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റിലും ഇന്നലെയൊക്കെ ഇതേ സെയിം അവസ്ഥ തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെയധികം കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ക്ലാരിറ്റി കുറവുള്ള മാർക്കറ്റാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഏരിയകളൊക്കെയാണ് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു ലോങ് റൺ ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കൂടുതലും SL ഹണ്ടിങ് ഒക്കെ വളരെ ഇതായിട്ട് നടക്കുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഗോൾഡ് ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4069.50 ആണ്. അവിടെ നിന്ന് വലിയൊരു റിജക്ഷൻ വന്നിട്ട് 4042, 43 റേഞ്ച് വരെയാണ് മാർക്കറ്റ് നിലവിൽ ഡൗൺ ആയിട്ടുള്ളത്. അപ്പൊ ഇനിയും ഡൗണിലേക്ക് പോകണമെങ്കിൽ 4040 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 4038, 4028, 4020 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആകും. ഇന്നലെയും സെൽ ട്രെൻഡ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കുറേ ബൈ ഒക്കെ പോയി SL എടുത്തതിന് ശേഷമാണ് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് വന്നത്. ഇന്നും മാർക്കറ്റ് സെൽ ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് എപ്പോഴും തന്നെ ഒരു സൈഡ് വേസ് മൂവ്മെന്റിലാണ് ഉള്ളത്. അതായത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മുകളിലേക്ക് പോവുകയും അൺഎക്സ്പെക്ടഡ് ആയിട്ട് താഴേക്ക് വരികയും പിന്നെ മാർക്കറ്റ് ഒരു ന്യൂട്രൽ ലെവലിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഓരോ സമയത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ചാർട്ട് നോക്കി ട്രേഡ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വളരെയധികം ലോസുകൾ വരും. നമ്മുടെ എൻട്രി ഒക്കെ ഒരു എന്തെങ്കിലും രീതിയിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ലോസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കൂടുതലും മാർക്കറ്റ് നല്ലപോലെ വാച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു ക്ലാരിറ്റി ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ലേൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. കാരണം അത്രയ്ക്കും ഒരു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് മാർക്കറ്റിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചാർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ മൂവ് ചെയ്യാനും അത്യാവശ്യം മാനിപ്പുലേഷൻസും ഒക്കെ നടക്കുന്ന ഒരു മാർക്കറ്റാണ്. അതുപോലെ തന്നെ നിലവിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ബൈ എൻട്രികൾ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് 4042 മുതൽ 4055 റേഞ്ച് വരെയാണ് നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകൾ. പക്ഷെ 4055 ഒക്കെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4062 മുതൽ 4069, 72 റേഞ്ചുകളാണ്. അവിടെ നിന്ന് സെൽ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം സേഫ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വെച്ചിട്ടോ അല്ലെങ്കിൽ SL ട്രെയിൽ ചെയ്തുകൊണ്ടോ ഒക്കെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. 4069 അതുപോലെ തന്നെ 4072 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വീണ്ടും 4078 അതുപോലെ തന്നെ 4086 ലെവലുകളിലേക്ക് പോവുക. 4086 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 4090, 98 ലെവലുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.